എടി അന്നക്കുട്ടിയെ, അതിനല്ലടി. നീ ഇത് കണ്ടോ? പ്രശസ്തരായ ക്രിസ്ത്യാനികളുടെ ഒരു നിര. ആട് ആന്റണി, ശോഭ ജോൺ. എവിടെയാടി നിന്റെ മോൻ? അവനെ കണ്ടില്ലല്ലോ. നീ ആ ഫോണിങ് എടുത്തടി. നീ ഓർക്കുന്നുണ്ടോ അവന്റെ കുട്ടിക്കാലം? സൺഡേ സ്കൂളും യൂത്തും ഒക്കെ അവൻ എത്ര താല്പര്യമുള്ള വിഷയങ്ങളായിരുന്നു. അവൻ ഫോൺ കട്ട് ചെയ്യുകയാണല്ലോടി. ഇന്ന് വെല്ലടിക്കുന്നുണ്ട് നിന്റെ മോൻ. ഹലോ. ഞാൻ ഇവിടെ കുറച്ച് പരിപാടിയില്ല. ഞാൻ പറഞ്ഞോ കാത്തിരിക്കാം. അവിടെ വേറെ പണിയൊന്നുമില്ല. തള്ളക്കുന്നതൊക്കെ വീട്ടിൽ. ആറന്മുളയിൽ പുതിയ വിമാനത്താവളം. ഇനി മുതൽ നമുക്ക് ഇവിടുന്ന് പദയാത്രയ്ക്ക് പ്ലെയിനിൽ പോകാം. കണ്ടോ എന്നാടി അവിടെ ഒരു ബഹളം? ഞാൻ ഒന്നും വീണില്ല. തള്ള തള്ളക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ വീണൊന്നുമില്ല. ഞാൻ കള്ളല്ല, നല്ല ബ്രാൻഡിയായിരുന്നു. നീ കുടിച്ചിട്ടുള്ളോടാ? ആ കുടിച്ചു. നിനക്ക് അങ്ങനെ ധൈര്യം ഒന്നും ഇവിടെ കുടിച്ചിട്ട് വരാൻ? എന്താ എന്റെ വീടല്ലേ ഇത്? പിന്നെ കുടിച്ചിട്ടാണോ? മക്കളും തല്ലുന്നോ? ഞാൻ പള്ളിയിൽ വരുന്നില്ല, പൊട്ടക്കാരെടുത്ത് വരുന്നില്ല. തള്ളക്ക് പണിയുടെ നോക്കല്ലേ? വേറെ പണി നോക്കും. അറിയാ അവിടെ ഫുള്ളുണ്ടല്ലോ അല്ലേ? അയ്യോ ഒന്നുകൂടെ എനിക്ക് തോമസ് കൊണ്ടുള്ള സാധനം സൂപ്പറായിരുന്നു. ഞാൻ പറയാൻ മറന്നു. എന്നതാണ് ചാത്തനാണോ നീ കൊണ്ടുവന്നേ? നീ കൊണ്ടുവന്ന അപ്പൊ ശരി, ഞാൻ പോയേക്കാം. എനിക്ക് മതി. പൈസ നിങ്ങൾ കൊടുത്താൽ മതി. എന്നും ഞാനാ കൊടുക്കുന്നത്. എടി അന്നക്കുട്ടി, എത്ര നാളായടി നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട്? അവനിപ്പോ എവിടെയാണോ? നമുക്കൊന്നും അന്വേഷിക്കണ്ടേ? അവന്റെ കൂട്ടുകാരോടൊന്ന് വിളിച്ചു ചോദിച്ചാലോ? എവിടെ പോയി അന്വേഷിക്കാൻ നമ്മളവനെ? മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ ഒരു കല്യാണമൊക്കെ കഴിച്ചു വിടേണ്ട ചെറുക്കനല്ലേ അവൻ? എന്നാ നമുക്ക് തന്നെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാം. കാശില്ലെങ്കിൽ ഒരു ക്ലാപ്പനുമില്ല കൂടെ. ഒരുത്തനും വരാൻ ഒരു 90 മഴ പോലും ഇല്ലല്ലോ. ഈശ്വര, കയ്യാണ് വിറയ്ക്കുന്നു. എന്തൊരവസ്ഥ! ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ ചോദിക്കാറില്ല. 90 വകയിലും ചോദിക്കാറ്. അതെ, എനിക്കൊന്നും പറ്റിയില്ല. ആന്റി പള്ളി പോകല്ലേ? രാവിലെ പോകും. ആന്റി അങ്ങോട്ട് പോകും. എന്നെ നന്നാക്കാറ് ആന്റിയുടെ പണിക്ക് പോകും. ആന്റി ഞാൻ എന്റെ സമയം, നല്ല സമയം ഞാൻ വെറുതെ കളഞ്ഞില്ല. ആന്റി സൃഷ്ടാവിനെ ഓർത്തിട്ട് ഒരു കാര്യമില്ല. ഒന്നുമില്ല ആന്റി. ഇത്ര നാളെ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എനിക്കൊരു ജോലി കിട്ടിയില്ല. ഒരു കാര്യമില്ല ആന്റി. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആന്റി ആന്റി ഒരു 90 വാങ്ങിച്ചു തരാമോ? ഒരു 90, ഒറ്റ 90. ഇനി ഒരു 100 ആകാം.
എനിക്കതാ വേണ്ടേ. അങ്ങയുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഉപദേശം ഞാൻ എത്ര പ്രിയ അഞ്ച് അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടേ ഓ അതൊക്കെ ശരിയാ. ഞാൻ ഇഷ്ടപ്പെട്ടില്ല അല്ലേ. ഞാൻ ബാബുകാർക്ക് വലിയൊരു മുതൽക്കൊണ്ടാണ്. ഇതൊരു കാര്യമില്ല. ഇതൊരു കാര്യമില്ല. ആ മാത്തുച്ചാനും ആ കുടുംബം എത്ര നല്ലതായിട്ട് ജീവിച്ചിരുന്നവരാ. അവരുടെ ഒരു മകൻ ഇങ്ങനായി പോയല്ലോ. ദൈവമേ, ആ മകൻ നഷ്ടപ്പെടാൻ ഇടയാകരുതേ. ആ മകൻ നല്ല ബുദ്ധി കൊടുക്കണേ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കും. ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസന ചെയ്തു. സത്യമല്ലേ? എങ്ങനെ നടക്കുന്നത്? ഇങ്ങനെ നമുക്ക് പോയി നോക്കാം. യൗവനകാലത്തിന്റെ സൃഷ്ടാവ് അന്ന് ഇവന്റെ കൂടെയാണ് നമ്മുടെ മോൻ ഇറങ്ങി പോയത്. അവനോട് ചോദിച്ചു നോക്കി. മോനെ, ഞങ്ങളുടെ മോനെ നീ എവിടെയെങ്കിലും കണ്ടോ? ഞങ്ങളുടെ മോനെ, ഞങ്ങളുടെ കുഞ്ഞിനെ നീ എവിടെയെങ്കിലും കണ്ടോ? നമുക്കൊന്നുകൂടി അന്വേഷിക്കാം അല്ലേ? നമ്മുടെ മോൻ. മോനെ, അമ്മേ മോനെ, നീ എവിടെയാണെന്ന് അറിയുമോ? ഞങ്ങൾ എങ്ങനെ പിരിയുവാൻ? ക്ഷമിക്കപ്പാ. ഞാൻ സ്വർഗ്ഗത്തുള്ള ഭൂമിയോട് നിങ്ങളോട് പാപം ചെയ്തു. ക്ഷമിക്കപ്പാ. തെറ്റുനിന്റേത് മാത്രമല്ല, നിന്നെ ഒരു മഹാനാക്കുവാനാണ് ഞാൻ ശ്രമിച്ചത്. നിന്നെ ഒരു മനുഷ്യനാക്കുവാൻ ഞങ്ങൾ മറന്നു പോന്നെ. ഒരു നമുക്ക് ഒരുമിച്ച് നല്ല ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാം.